ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നവംബർ 30 ഞാൻ 2 മാസത്തെ വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് ലക്സംബർഗിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി 9:30 എൻ്റെ ഫ്ലൈറ്റ് ഫ്രം കരിപ്പൂർ എയർപോർട്ട് ടു അബുദാബി. പിന്നെ അബുദാബിയിൽ 2 മണിക്കൂർ ഹോൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. ഒരു 7 മണിക്കൂറിൻ്റെ ഒരു ജേർണിയാണ്. പിന്നെ ഫ്രാങ്ക്ഫർട്ട് എത്തിയിട്ട് എനിക്ക് 3 മണിക്കൂർ നിയർലി 3 to 2 hours അറ്റം ഉണ്ട്. ബൈ റോഡാണ് പോകുന്നത് ടു ലക്സംബർഗ്. യൂഷ്വലി ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റാണ് എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫ്രാങ്ക്ഫർട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ബൈ റോഡാണ് ലക്സംബർഗിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു ലോങ് ജേർണിയാണ്. അതൊക്കെയാണ്. പിന്നെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പാക്കിങ്ങും, ലൈക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകാൻ പറ്റുക ലക്സംബർഗിലേക്ക്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് ഞാൻ കരിവേപ്പില കൊണ്ടുപോകലുണ്ട്. കരിവേപ്പില ലൈക്ക് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുക വെച്ചാൽ, കരിവേപ്പിലൻ്റെ തണ്ട് പൊക്കിച്ച് ഇല മാത്രം എടുത്തിട്ട് അത് ജസ്റ്റ് ഒരു ചെറിയ വെയിലിട്ടിട്ട് അത് കൊണ്ടുപോവുക ചെയ്യുക. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് വെക്കാണ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യാൻ നിയർലി ഒരു 1 year ഒക്കെ നല്ലോണം നിൽക്കും. പിന്നെ ചീരാമുളക് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകലുണ്ട്. പിന്നെ എല്ലാ സ്പൈസസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകലുണ്ട്. അപ്പം അതൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം യൂഷ്വലി ഞങ്ങൾക്ക് 32 kg ആണ് കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ 7 kg കയ്യിലും വെക്കാൻ, അങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ എക്സ്ട്രാ ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു. 35 kg പിന്നെ 7 kg എൻ്റെ കയ്യിലും അങ്ങനെയാണ്. അപ്പം കുറേ പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ എൻ്റെ യാത്രയും അതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ പോകുന്ന അന്ന് രാവിലെ എൻ്റെ അമ്മേൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനും പാക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അവരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഓൾസോ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ റെഡിയായി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഐ ഫെൽ ലൈക്ക് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻറ്റ്സ് ആയിരുന്നു. ആൻഡ് ഐ ഫെൽ ലൈക്ക് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് ഓൾ ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഇനി നെക്സ്റ്റ് ടൈം കാണാമെന്നിതിൽ എല്ലാവരോടും ബായ് പറഞ്ഞ്, കാലിക്കറ്റിനോടും ബായ് പറഞ്ഞ്, ഗാന്ധി റോഡിനോടും ബായ് പറഞ്ഞ് ഇറങ്ങി. എയർപോർട്ടിൽ പോകുമ്പം എൻ്റെ കസിൻ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അച്ഛനും എനിക്ക് കൂടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡും കുറച്ച് ഡൈവേർട്ടായി. പിന്നെ പോകുന്ന വഴിക്ക് ഒടുക്കത്തെ ബ്ലോക്കിന്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് എയർപോർട്ട് എത്തണം എന്നായിരുന്നു ആകെ ഉള്ളൊരു ചിന്ത. ഭാഗ്യത്തിന് കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ലഗേജൊക്കെ എടുത്ത് വേഗം ചെക്ക് ഇൻ ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ കസിൻസാണ് എൻ്റെ ലഗേജൊക്കെ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഫൈനലി ഇവരോടും യാത്ര പറഞ്ഞു. നെക്സ്റ്റ് ഇയർ വീണ്ടും അടിച്ചു പൊളിക്കാൻ വേണ്ടി കാണാമെന്നുള്ളതിൽ യാത്ര പറഞ്ഞു. പിന്നെ ഞാൻ ചെക്ക് ഇൻ ചെയ്തു. എൻ്റെ ലഗേജിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനെല്ലാം പിന്നെ എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റായി. പിന്നെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് കയറി ടു അബുദാബി. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ ശേഷം ഞാൻ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി ഒരു 2 hours എനിക്ക് ഓൾട്ട് ഉണ്ട്. അപ്പം കുറച്ച് പോസ്റ്റാണ്. ഹായ് ഗൈസ്, ഫൈനലി ഞാൻ അബുദാബി എത്തി. ഫ്രം കാലിക്കറ്റ് ടു അബുദാബി. ഈ അബുദാബിയിൽ നിന്ന് 2 hours ഓൾട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഫ്രാങ്ക്ഫർട്ടിലേക്കാണ്. പിന്നെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരു 3 hours റോഡ് വഴി പോകാനുണ്ട് ടു ലക്സംബർഗ്.
അപ്പോൾ ഒരു വലിയ ജേണിയാണ്. ഇന്നത്തെ ട്രാവൽ ഫുൾ കുളമായിരുന്നു. ബിക്കോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 20 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഫുള്ള് ട്രാഫിക് ആയിരുന്നു. എന്നാൽ സാറ്റർഡേ വൈകുന്നേരം ആയതുകൊണ്ട് ഫുൾ ട്രാഫിക്കും ആയിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി 35 kg ആണ് എടുത്തത്. യൂഷ്വലി നമുക്ക് 32 kg എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ എക്സ്ട്രാ ലഗേജ് എടുത്ത് 35 ആയിരുന്നു. അപ്പം അവിടെ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് ലൈക്ക് എല്ലാ ഇതിനോട് 35 ഒറ്റയടിക്ക് ഇടരുത്. ലൈക്ക് വലിയ ലഗേജ് 32 തന്നെ ഇടാൻ പാടുള്ളൂ. ബാക്കി വരുന്ന എക്സ്ട്രാ ലഗേജ് വേറൊരു ബാഗേജിലാക്കിയിട്ട് ഇതാക്കണേ. അങ്ങനെ അവിടെ നിന്നിട്ട് ഫുള്ള് പിന്നെയും ഷിഫ്റ്റൊക്കെ ചെയ്ത് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് എൻ്റെ കയ്യിൽ ഞാൻ ക്യാരി ചെയ്യുന്ന 7 kg ആ ലഗേജും എന്താ പറയുക ഇതിൻ്റെ ചെക്കിൻ്റെ കൂടെ ഇടേണ്ടി വരണം. അങ്ങനെ ഫുള്ളൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ ആസ് വെൽ ആസ് കാലിക്കറ്റ് ടു അബുദാബി ഫ്ലൈറ്റ് ഓൾസോ ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നാട്ടിലെ ബസ്സിലൊക്കെ പോകുന്നൊരവസ്ഥയായിരുന്നു. ഫൈനലി അവർ കയ്യിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു അബുദാബിയിൽ. ഒരു 2 hours കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇനി ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ബോർഡ് ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഒരു 7 hours ഓഫ് ജേർണി ആയിരുന്നു ടു ഫ്രാങ്ക്ഫർട്ട്. ഫൈനലി ഞാൻ ഫ്രാങ്ക്ഫർട്ട് എത്തി ഗൈസ്. ഇനി ഇവിടുന്ന് 3 മണിക്കൂറുണ്ട് ടു ലക്സംബർഗ്. ഞാൻ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ എത്തിയത് ടെർമിനൽ 2 അപ്പോൾ ടെർമിനൽ 1 കാറ് പാർക്ക് ചെയ്ത്. അപ്പോൾ ഒരു ബസ്സൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. പുറത്താൻ ചൊട്ടിക്കത്തെ തണുപ്പും. ടെർമിനൽ 1 ബസ് ഞങ്ങൾ കയറി. അപ്പം 1 ഫുൾ ക്രിസ്മസ് വൈബായിരുന്നു. ഫുൾ എയർപോർട്ട് മൊത്തമായിട്ട് ക്രിസ്മസ് ലൈറ്റ്സും അതൊക്കെ വെച്ചിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ടെർമിനൽ 1 പാർക്കിങ്ങിന് വേണ്ടി പോകാൻ ഒരു ട്രെയിൻ ഓൾസോ എടുക്കണം. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഫൈനലി ആ കുട്ടി ട്രെയിൻ വന്നു. ഇതിലാണ് നമ്മൾ പോകേണ്ടത്. പാർക്കിങ്ങിലേക്ക് പോകാനുള്ള ട്രെയിനാണിത്. അങ്ങനെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കാർ എടുത്ത് ഞങ്ങൾ ഇനി ലക്സംബർഗിലേക്ക് പോവുകയാണ്. ഒരു 2.5-3 hours ഓഫ് ജേർണി ഉണ്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പുറത്ത് മൊത്തം ഫോഗ് ഇങ്ങനെ നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ഫോഗ് ഇങ്ങനെ നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലക്സംബർഗിൽ എത്തി. ഞാൻ ലക്സംബർഗിൽ ഡുട്ട്ലാഞ്ച് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഫൈനലി അങ്ങോട്ടേക്ക് എത്തി. ഫുൾ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല ഇതാക്കി എന്നെന്തോ വെൽക്കം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി.